ദത്തൂറ ഫസ്റ്റൂസ എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റി ഓഫ് പ്ലാന്റാണ്. ദത്തൂറ ആൽബ ഒരു വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റും ദത്തൂറ നൈഗറും ഉണ്ട്, ഒരു ഡീപ്പ് പർപ്പിൾ ഫ്ലവേർഡ് പ്ലാന്റ്. ഇത് എല്ലായിടത്തും നമ്മുടെ രാജ്യത്ത് വളരുന്നതാണ്. ഇതിൻ്റെ ഫ്രൂട്ടെന്ന് പറയുന്നത് ഫലമെന്ന് പറയുന്ന ഒരു സ്ഫെറിക്കലും അതുപോലെ തന്നെ തോൺ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ മുള്ളുകൾ പോലെ ഷാർപ്പ് സ്പൈൻ ഉണ്ടാകും. ഏകദേശം 500 യെല്ലോയിഷ് ബ്രൗൺ സീഡും ഇതിലുണ്ടാകും. ഇതിൻ്റെ ഇലകൾ അല്ലെങ്കിൽ പൂക്കൾ എന്ന് പറയുന്ന ഒരു ബെൽ ഷേപ്പ്ഡാണ്. ദത്തൂറ സ്ട്രാമോണിയം വളരെയേറെ ഈ ഹൈറ്റിലുള്ള ഹിമാലയാസിലൊക്കെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. എല്ലാ പ്ലാന്റും ഇൻക്ലൂഡിങ് നെക്ടർ, ഹണി, നെക്ടർ ഉൾപ്പെടെ എല്ലാം പോയിസണസ് ആണ്, എസ്പെഷ്യലി ഇതിൻ്റെ സീഡും ഫ്രൂട്ടും ഒക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ 0.2 to 1.4% ഓഫ് ഹയോസിൻ അല്ലെങ്കിൽ സ്കോപ്പോളമൈൻ, ഹയോസാമിൻ ആൻഡ് അതുപോലെ തന്നെ അട്രോപ്പിനും സം ട്രേസസ് ഓഫ് അട്രോപ്പിനും ഉണ്ട്. ഹയോസിൻ, ഹയോസാമിൻ അതുപോലെ തന്നെ അട്രോപ്പിനും. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്, അട്രോപ്പിൻ, ഹയോസാമിൻ, ഹയോസിൻ ആദ്യം നമ്മുടെ ഹയർ സെൻറ്റേഴ്സ് ഓഫ് ദി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നീട് മോട്ടോർ സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി ഒരു മന്ദീഭാവസ്ഥ, അങ്ങനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് അത് മസിൽ പാരാലിസിസ് ഉണ്ടാകും, എസ്പെഷ്യലി അറ്റ് ദ വൈറ്റൽ സെൻറ്റേഴ്സ് ഇൻ ദ മിഡില്ല, എസ്പെഷ്യലി മിഡില്ലയിൽ ഇത് അഫക്റ്റഡ് ആകും. റെസ്പിറേഷൻ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റിമുലേറ്റഡ് ആവും, പിന്നെ അത് ഡിപ്രസ്ഡ് ആവും. ഹാർട്ട് സെൻറ്റർ അതുപോലെ സ്റ്റിമുലേറ്റഡ് ആവും. പെരിഫറൽ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയേറെ പ്രിഡോമിനൻ്റ് ആയിരിക്കും. റിസൾട്ട്സ് ഫ്രം ആൻറ്റി കോളിനർജിക് പാരാസിമ്പതോലൈറ്റിക് ആക്ഷൻ. ഇനിയും ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇത് ഇതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ പൂക്കളുമായിട്ടോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ആൾക്ക് ചൊറിച്ചിലുണ്ടാവും, ഡെർമറ്റൈറ്റിസ് ഉണ്ടാകും, എസ്പെഷ്യലി ഇതിൻ്റെ അലർജിക് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് വിത്തിൻ ഹാഫ് ആൻ അവറിൽ ഉണ്ടാവും. ഇഫ് എ ഡെക്കോഷേഷൻ ഓഫ് ദ സീഡ്സ് ആർ ഗിവൺ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്. അതുപോലെ തന്നെ ആൽക്കലോയിഡ്സ് ആർ യൂസ്ഡ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഒരു കയ്പ്പാണ്, അതുപോലെ തന്നെ നമ്മുടെ മൗത്തിനെയൊക്കെ ഡ്രൈ ആക്കും, ത്രോട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. വല്ലാത്ത ഒരു വയറിലൊക്കെ വല്ലാത്ത ഒരു വേദനയായിരിക്കും, ഒരു കത്തി പിടിക്കുന്ന വേദന, ഛർദിയും ഉണ്ടാവും. വോയിസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പതറും, ഹൗഴ്സാവും. അതുപോലെ തന്നെ മുഖം വല്ലാതെ ഫ്ലഷ്ഡ് ആവും, റെഡ്നെസ് കാണും, മുഖത്ത് ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കും, കണ്ണുകളും കൺജസ്റ്റഡ് ആവും. നമ്മുടെ പ്യൂപ്പിൾസ് വളരെയേറെ വൈൽഡ്ലി ഡയലേറ്റഡ് ആവും, അത് ഓർമ്മിച്ചോണം. അതുപോലെ തന്നെ ലോസ് ഓഫ് അക്കോമഡേഷൻ ഫോർ നിയർ വിഷൻ, അതുതന്നെ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോഴൊക്കെ ടെമ്പററി ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം, ഫോട്ടോഫോബിയ ഉണ്ടാകും, ഡിപ്ലോപ്പിയ ഉണ്ടാകും. ലൈറ്റ് റിഫ്ലെക്സ് ആദ്യം കുറച്ച് സ്ലഗ്ഗിഷ് ആവും, പിന്നീട് ലൈറ്റ് റിഫ്ലെക്സ് ആബ്സെൻ്റ് ആകും. ഇതിൻ്റെ പോളൻ, പൂപ്പൊടി ക്യാൻ കോസ് യൂണിലാറ്ററൽ മിഡ്രിയാസിസ്. ഒരു കണ്ണ് ഇങ്ങനെ വികസിച്ചിരിക്കും. അതിൻ്റെ പേരെന്ന് പറയുന്നത് കോൺപിക്കേഴ്സ് പീപ്പിൾ. അതുപോലെ തന്നെ മെൻ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ്, അജിറ്റേഷൻ, വല്ലാത്ത പേഷ്യൻ്റ് വെറുതെ ഇരിക്കത്തില്ല, ഭയങ്കരമായിട്ട് ഇതാവും. എൻ്റെ പേഷ്യൻ്റ് കനോട്ട്, അവർക്ക് സ്വന്തം പേരൻസിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനോ ഒന്നും മനസ്സിലാകത്തില്ല, കണ്ടാൽ പോലും മനസ്സിലാവില്ല. യൂറിനറി റിട്ടൻഷൻ ഉണ്ടാവും, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പേഷ്യൻ്റ് തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഗിഡി, സ്റ്റേഗേഴ്സ്, ആസിഫ്, ഡ്രങ്ക്. അതുപോലെ തന്നെ സ്കിന്നൊക്കെ വളരെയേറെ ഡ്രൈയും ഹോട്ടായിട്ടും ഇരിക്കും. പൾസൊക്കെ 120-140 പെർ മിനിറ്റ് ആയിരിക്കും. വളരെ ഫുൾ ആൻഡ് ബൗണ്ടിങ് ആയിരിക്കും. പിന്നീട് അത് വീക്കാവും, റെഗുലറാവും, റെസ്പിറേഷനൊക്കെ കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടും. ഹൈപ്പർ പൈറക്സിയ, ടെമ്പറേച്ചർ കൂടാൻ കാരണം എന്ന് ചോദിച്ചാൽ അട്രോപ്പിൻ, ആംഫിറ്റാമിൻ, ഡൈനൈട്രോ ഓർത്തോക്രസോൾ, സക്സാമെത്തോണിയം, ഹാലത്തേൻ. അതുപോലെ തന്നെ മസിൽ ടോണിൻ്റെയും ഡീപ്പ് റിഫ്ലെക്സസും ഒക്കെ കൂടും. മസ്കുലാർ സ്പാസം
അതുപോലെ തന്നെ അപസ്മാരമൊക്കെ ഉണ്ടാകും. ഒരു വല്ലാത്ത ഒരു സ്കിന്നിലൊക്കെ ഒരു റാഷസും കാണും. പിന്നെ പറയുന്നത് സ്ക്രാലാൻഡിനൽ റാഷ്, ലാറ്റിനൽ റാഷ് ആറും, അല്ലെങ്കിൽ സ്കിന്നൊക്കെ എക്സോഫോളിയേഷൻ, സ്കിന്നൊക്കെ അങ്ങ് തൊലിപ്പുറമൊക്കെ അങ്ങ് ഇളകിപ്പോവും, എസ്പെഷ്യലി ഓൾമോസ്റ്റ് ഓൾ ഓവർ ദ ബോഡി. ഡെലീറിയം എന്ന് പറയുന്നത് ഈസ് റെസ്റ്റ്ലെസ് ആൻഡ് പർപ്പസ്ലെസ് ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജസ്. ആസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ടോക്കറ്റീവ്നെസ്. വളരെയേറെ സംസാരം കൂടി ഇവരുടെ. പേഷ്യൻ്റ് മേ ബി സൈലൻറ്റ്. പേഷ്യൻ്റ് വളരെ നിശബ്ദമായിട്ട് പോവും. ബട്ട് യൂഷ്വലി ഹി ഈസ് നോയ്സി ആൻഡ് ട്രൈസ് ടു റൺ അവേ ഫ്രം ഹിസ് ബെഡ്. പേഷ്യൻ്റ് കട്ടിലിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഓടാനൊക്കെ ശ്രമിക്കും. പിക്സ് അറ്റ് ദ ബ്ലഡ് ക്ലോത്ത്. പിന്നെ കാർഫോളോജിയ എക്സിബിറ്റ് ടിപ്പിക്കൽ പിൽറോളിങ് മൂവ്മെൻറ്റ്. കൈയൊക്കെ വിരലൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ട്രൈസ് ടു പുൾ ഇമാജിനറി ത്രെഡ് ഫ്രം ദ ടിപ്പ് ഓഫ് ഫിംഗർ ആൻഡ് ത്രെഡ്സ് ഇമാജിനറി നീഡിൽസ്. അതുപോലെ തന്നെ ഹാലൂസിനേഷൻ ഉണ്ടാവും. വല്ലാത്ത ഒരു നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കുമൊക്കെ വല്ലാത്തൊരു ഡെലൂഷനൊക്കെ ഉണ്ടാവും. ആസ് ഇൻടോക്സിക്കേഷൻ അഡ്വാൻസ് ദിസ് എക്സൈറ്റ്മെൻറ്റ് പാസ് ഓഫ് 1 to 2 hours. ഇതിൻ്റെ ഇൻടോക്സിക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അങ്ങ് പോകും. പേഷ്യൻ്റ് പിന്നീട് വളരെയേറെ ഉറക്കത്തിൽ അല്ലെങ്കിൽ കോമയിലേക്ക് പോകും. റെയർലി ചിലപ്പോൾ മരിക്കാനുമുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി റെസ്പിറേറ്ററി പാരാലിസിസ് കാരണം. അതുപോലെ തന്നെ പേഷ്യൻ്റ് മേ റിമെയിൻ ഇൻ ദിസ് കണ്ടീഷൻ ഫോർ 2 to 3 days, ബട്ട് യൂഷ്വലി ഡിസ്റ്റിങ്ക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ 24 hours. 8 days ഉണ്ട് അതിൻ്റെ അകത്ത്. ഡ്രൈനെസ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും കുടിക്കാത്ത അവസ്ഥ, വായൊക്കെ വല്ലാത്ത ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ വിഴുങ്ങാനുള്ള അവസ്ഥ, ഡിസ്ഫേജിയ, അതുപോലെ കണ്ണൊക്കെ വല്ലാതെ ഡയലേറ്റഡ് ആവും, പ്യൂപ്പിൾ ഡ്രൈ, ഹോട്ട് സ്കിന്ന്, വല്ലാതെ ചൂടുണ്ടാവും, ഡ്രങ്കൻ ഗെയ്റ്റ്, ഇങ്ങനെ കള്ളു കുടിച്ചവരെ പോലെ ഇങ്ങനെ നടക്കേണ്ടി വരും, ഡെലിവറിയും, വല്ലാത്ത ക്ഷീണം, ഡ്രൗസി ആയിരിക്കും. മരിക്കുന്നത് ഇവരെങ്ങനെ ചോദിച്ചാൽ റെസ്പിറേറ്ററി ഫെയിലിയർ കാരണമാണ്. ഇതിൻ്റെ ഫേറ്റൽ ഡോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 0.62 1 gram. 100 തൊട്ട് 125 സീഡ് വരെയാണ് ഇതിൻ്റെ ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത്. ഫേറ്റൽ പീരീഡ് 24 ആണ്, 24 മണിക്കൂർ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എമിക്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യാം. വാഷ് ഔട്ട് ദ സോറി നമ്മൾ എമിറ്റിക്, നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എമറ്റിക്സ് കൊടുക്കാം, അങ്ങനെ ഛർദ്ദിപ്പിച്ച് അത് കളയാനുള്ള പരിപാടി. അതുപോലെ തന്നെ സ്റ്റൊമക്ക് വാഷ് ചെയ്യാം റിപ്പീറ്റ്ലി വിത്ത് എ വീക്ക് സൊല്യൂഷൻ ഓഫ് ടാനിക് ആസിഡ് കൊണ്ടുള്ള ടാനിക് ആസിഡ് കൊണ്ട് നമുക്കത് സ്റ്റൊമക്ക് റിപ്പീറ്റായിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ആക്ടിവേറ്റ് ചാർക്കോൾ കൊടുക്കാം, കത്തറട്ടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വയർ നന്നായിട്ട് ലോവർ ബൗൾ ഫ്രീക്വൻ്റായിട്ട് കഴുകണം. ഫൈസോസ്റ്റിഗ്മിന് 1 milligram IV or IM, സ്പെഷ്യലി 1 മണിക്കൂർ വീതം. പല കേസിലും ഒരു സിംഗിൾ ഡോസ് സഫിഷ്യൻറ്റ് മാത്രം മതി ഫൈസോസ്റ്റിഗ്മിൻ്റെ. പിന്നെ പൈലോകാർപ്പിന് 5 milligram സബ്ക്യൂട്ടേനിയസും നല്ലതാണ്. ബട്ട് ഇതാണ് ഒരിക്കലും ഡസ് നോട്ട് കൗണ്ടറാക്ട് ആക്ഷൻ ഓഫ് ഡെറ്റൂറ ഓൺ ബ്രെയിൻ. അതുപോലെ തന്നെ നമുക്കൊരു ആഫ്റ്റർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും പൈലോകാർപ്പിനെ കൊടുക്കാം. മോർഫിൻ അവോയ്ഡ് ചെയ്യുക, ബിക്കോസ് പലപ്പോഴും നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്ററൊക്കെ അങ്ങ് ഡിപ്രസ്ഡ് ആവും. അതുപോലെ തന്നെ ഡെലീറിയം നമുക്ക് ബ്രോമൈഡോ, ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റോ, ക്ലോറോഫോം ഒക്കെ കൊടുക്കാം. ചെറിയ ഡയറ്റ് കൊടുക്കുക. ആൻഡ് ഫ്രീ പെർഗേഷൻ ഷുഡ് ബി ക്യാരിഡ് ഓൺ 3 to 4 days ടു റിമൂവ് ദ സീഡ്സ് ആൻഡ് ഇൻക്രീസ് ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി സിംറ്റമാറ്റിക്കായിട്ട്. ഇനി പോസ്റ്റ്മോർട്ടം അപ്പിയറൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടൊന്നുമില്ല, ബട്ട് ആക്സ്ഫിക്സൽ ഫീച്ചേഴ്സൊക്കെ കാണുമായിരിക്കും. സീഡ്സ് ഓഫ് ദെയർ ഫ്രാഗ്മെൻറ്റ്സ് മേ ബി, അതിൻ്റെ സീഡുകളൊക്കെ സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലൊക്കെ ഫൗണ്ട് കാണപ്പെടാം. സ്റ്റൊമക്കാണെങ്കിൽ ഒരു സ്ലൈറ്റ് ഇൻഫ്ലമേഷൻ, അതുപോലെ ലങ്സൊക്കെ എഡിമ, നീരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് റെസിസ്റ്റ് പിട്രിഫാക്ഷൻ ഫോർ എ ലോങ് ടൈം. പിട്രിഫാക്ഷൻ റെസിസ്റ്റ് ചെയ്യും നമ്മുടെ ഇതിൻ്റെ സീഡ്. ഇതിൻ്റെ സർക്കംസ്റ്റാൻസസ് ഓഫ് പോയിസണിങ് എന്ന് പറയുന്നത് ഈ ക്രഷ്ഡ് ആയിട്ടുള്ള പൗഡറായിട്ടുള്ള സീഡ്, അതിൻ്റെ നല്ലൊരു എക്സ്ട്രാക്റ്റൊക്കെ നമ്മൾ ഈ ക്രിമിനൽസൊക്കെ യൂസ് ചെയ്യും ഫോർ സ്റ്റുപ്പിഫൈങ് എ
വിക്ടിം പ്രയർ ടു റോബറി, റേപ്പ് ഓർ കിഡ്നാപ്പിംഗ്, റോഡ് പോയിസൺ. അതുകൊണ്ടാണ് ഇതിനെ റോഡ് പോയിസൺ എന്ന് പറയുന്നത്, മയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റം. അതുപോലെ തന്നെ ഇത് ഫുഡിലോ ഒരു കുടിക്കുന്ന വെള്ളത്തിലോ ഒക്കെ, ചപ്പാത്തിയിലോ കറിയിലോ സ്വീറ്റിലോ ചായക്കകത്തോ ലിക്വറിലോ ഒക്കെ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചോർട്ടറി സംടൈംസ് ഇതിൻ്റെ സീഡാണെങ്കിൽ നമ്മുടെ ഇൻസെൻസ് വുഡിലും, അല്ലെങ്കിൽ വിക്ടിം ഈസ് എക്സ്പോസ്ഡ് ടു ദ ഫ്യൂംസ് വിച്ച് ക്യാൻ കോസ് ലതാർജി. അതുപോലെ തന്നെ വിക്ടിം ആണെങ്കിൽ ഒരു ടെമ്പററി ട്വിലൈറ്റ് ഫേസിലേക്ക് പോകാൻ, സോൾസ് ഫോൾസിൻ്റെ വെരി ഉറക്കത്തിലേക്കും പിന്നെ പോകാം. പിന്നീട് ആളെ എഴുന്നേറ്റ് മനസ്സിലാവും അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന്. ഡസ് നോട്ട് റിമെമ്പർ വാട്ട് ഹാസ് ആണ്, ഇവർ മറന്നും പോകും അവരെന്താ സംഭവിച്ചതെന്ന്. ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ബൈ ദ സൂയിസൈഡായിട്ടൊന്നും യൂസ് ചെയ്യാൻ കടലിൽ പറഞ്ഞാൽ ഹോമിസൈഡും വളരെ റെയറാണ്. സംടൈംസ് ഇതൊരു അബോഷനൊക്കെ യൂസ് ചെയ്യും. അഫ്രോഡിസിയാക് പ്രോപ്പർട്ടീസ്, സെക്ഷൽ അഫ്രോഡിസിയാക് പ്രോപ്പർട്ടീസ് ആയിട്ട് യൂസ് ചെയ്യും. ആക്സിഡൻ്റൽ കേസിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. സീഡ്സ് ആൻഡ് ലീവ്സ് ആർ മിക്സ്ഡ് വിത്ത് ടൊബാക്കോ ഓർ ഗഞ്ച സ്മോക്ക്ഡ് ഇൻ എ പൈപ്പിലൊക്കെ യൂസ് ചെയ്യും. ഡെക്കോഷൻ ഓഫ് സീഡ്സ് സംടൈംസ് ആഡഡ് ടു ലിക്വറോ ടോഡിയിലോ കള്ളിലോ ഒക്കെ കൂട്ടിയിട്ട് അത് ഇൻടോക്സിക്കേറ്റിംഗ് പ്രോപ്പർട്ടി പിന്നെയും കൂടും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സംടൈംസ് യൂസസ് എ ലവ് ഫിൽറ്റർ. Person suffering from delirium of a datura is not criminally. The person suffering from a delirium of datura is not criminally responsible for this act. The Mydriatic test എന്ന് പറയുന്നത് a drop of solution നമ്മൾ is to be tested is put in the eyes of a cat. നമ്മുടെ പൂച്ചയുടെ കണ്ണിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ പ്യൂപ്പിൾ പെട്ടെന്ന് ഡയലേറ്റ് ആകും വിത്തിൻ ഹാഫ് അവർ ഇഫ് datura is present due to the presence of atropine. അതുപോലെ തന്നെ അട്രോപ്പ ബെലഡോണ ആൻഡ് ഹയോസിമസ് നൈഗർ. അട്രോപ്പ ബെലഡോണ ഫോർ എ ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് ഈസ് എ പ്ലാന്റ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇതിൻ്റെ ഓരോ പാർട്സും ഭയങ്കര ടോക്സിക്കാണ്. ആക്റ്റീവ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഹയോസൈമിനാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹയോസമീൻ, അട്രോപ്പിൻ, സ്കോപ്പോളമീൻ. അതുപോലെ തന്നെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും മസ്കുരാനിക് എഫക്റ്റ് ഓഫ് അസറ്റൈൽ കോളിൻ. ദിസ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആക്ട്സ് ബൈ ഇൻഹിബിറ്റ് ദ മസ്കുരീൻ എഫക്റ്റ് ഓഫ് അസറ്റൈൽ കോളിൻ. സ്കിന്നിലും അതൊരു പാരൻട്രസൈറ്റിൽ നിന്നുമാണ് അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ റാപ്പിഡ്ലി ലിവർ ഡീറ്റോക്സിഫൈ ചെയ്യും. സൈൻസ് ആൻഡ് സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പോസ്റ്റ്മോർട്ടം ആർ സിമിലർ ടു ദത്തൂറ. 60 to 120 milligram atropine or hyoscine are fatal within 24 hours. ഓക്കെ, ഇതാണ് ആക്ച്വൽ ഡത്തൂറ പോയിസൺ. 3-year-old ബോയ് കഴിച്ചതുകൊണ്ട് സ്റ്റൊമക്ക് ബോളിൽ സീഡ് റെമനൻ്റ് ഉണ്ട്. ഫ്യൂ ഇൻടാക്റ്റ് സീഡ് നമ്മൾ പീസ് ഓഫ് പേപ്പറിൽ എടുത്ത് കണ്ടു. ദത്തൂറ പോയിസണിങ് ഇൻ ഒരു ചൈൽഡ് ഫോർ ആക്സിഡൻറ്റ് ഡത്തൂറ. ഇത് ദത്തൂറ സീഡ് അഡ്ഹർ സ്റ്റൊമക്ക് ബോളിങ് അഡ്ഹറൻ്റായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ദത്തൂറ സീഡും ക്യാപ്സിക്കോൺ സീഡും രണ്ടാണെന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. ഈ ദത്തൂറ സീഡ് കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. ക്യാപ്സിക്കൻ സീഡ് വളരെ ചെറുതായിരിക്കും. ദത്തൂറ സീഡ് കിഡ്നി ഷേപ്പ്ഡാണെങ്കിൽ ഇത് റൗണ്ടഡ് ആയിരിക്കും. ക്യാപ്സിക്കം മുളകിൻ്റെത് യെല്ലോയിഷ് ബ്രൗൺ ആയിരിക്കും. നമ്മുടെ ദത്തൂറ സീഡ് ഇത് യെല്ലോ കളറായിരിക്കും, ഒരു മഞ്ഞ കളറായിരിക്കും. മാർജിൻസ് ലാറ്ററലി കംപ്രസ്ഡ്, ഡബിൾ എഡ്ജഡ് അറ്റ് ദ കോൺവെക്സ് ബോർഡർ. കോൺവെക്സ് ബോർഡർ ഈ സിമ്പിൾ ആൻഡ് ഷാർപ്പായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ഡിപ്രഷൻ കാണും ദത്തൂറയിൽ. ക്യാപ്സിക്കത്തിൽ സോഫ്റ്റ് ആയിരിക്കും. മണമൊന്നും ഉണ്ടാവില്ല ദത്തൂറയിൽ, ഒരു വല്ലാത്ത മണമായിരിക്കും ക്യാപ്സിക്കത്തിൽ. ടേസ്റ്റ് നോക്കുമ്പോൾ വല്ലാത്ത ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, വളരെ കയ്പ് നിറഞ്ഞായിരിക്കും ദത്തൂറ. പഞ്ചൻ്റ് ആയിരിക്കും ക്യാപ്സിക്കൻ. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കവർ ചെയ്യുമ്പോൾ എംബ്രിയോ ഈസ് കർവ്ഡ് ഔട്ട്വേർഡ് അറ്റ് ദ ഹൈലം. അടുത്ത ഹൈലത്തിൽ അത് ഔട്ട്വേർഡിലേക്കായിരിക്കും പോകുന്നത്. എംബ്രിയോ ഈസ് കർവ്ഡ് ഇൻവേർഡിലേക്ക് 6 ഫിഗർ. ഓക്കെ, അതാണ് ക്യാപ്സിക്കൻ സീഡത്തിൻ്റെ 6 ഫിഗർ. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നോക്കുമ്പോൾ എംബ്രിയോ ഈസ് കർവ്ഡ് ഔട്ട്വേർഡ് അറ്റ് ദ ഹൈലം. താങ്ക് യു.